അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? ഇവിടെ എല്ലാവർക്കും സുഖമാണ്. അപ്പോൾ ഇന്നലെ പിന്നെ ഉച്ചയ്ക്ക് 1 മണിക്ക് ലഞ്ച് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് കിടന്ന് ഉറങ്ങിയോന്ന് ചോദിച്ചാൽ ഉറങ്ങിയില്ല എന്നുള്ള മട്ടിൽ ഉറങ്ങി. പിന്നെ വൈകിട്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല. നല്ല പഴംപൊരിയൊക്കെ ഉണ്ടാക്കണം എന്ന് കരുതിയിരുന്നു, മൈസൂർ പഴം കൊണ്ട്. പക്ഷേ ഞാൻ ഉണ്ടാക്കിയില്ല. പിന്നെ ഇന്നലെ വൈകുന്നേരം പിന്നെ പുറത്ത് പോയി. പിന്നെ ഒരു മഗ്‌രിബ് ഇഷാവിന് ശേഷം പുറത്ത് പോയിരുന്നു. ഇഷാവിന് ശേഷം പുറത്ത് പോയി വന്നപ്പോൾ ലൈം സോഡ കൊണ്ടുവന്ന് അത് കുറച്ച് കുടിച്ചു. പിന്നെ സപ്പർ കഴിഞ്ഞ് കുറച്ച് നേരം TV കണ്ടു. കഴിഞ്ഞ് പിന്നെ ഉറങ്ങി. പിന്നെ രാവിലെ കിച്ചണിൽ കയറിയിട്ട് ഇപ്പോൾ ഇന്നെന്താ ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ, ഇന്ന് റേഷനരി കൊണ്ട് ചോറ് വെച്ചത്, പിന്നെ ചായ, പിന്നെ പച്ചരി കൊണ്ട് ദോശ ഉണ്ടാക്കി. അതിലേക്ക് അയിലയും മത്തിയും മുളകിട്ടതും, പിന്നെ അയില ഫ്രൈ ചെയ്തിട്ടില്ല, അവിടെ തേച്ച് വെച്ചിട്ടുണ്ട് രാത്രിക്കൊക്കെ. അപ്പോൾ ഇന്ന് വെജിറ്റബിൾസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇക്കക്ക് ലഞ്ച് ബോക്സിന് പിന്നെ അയില മുളകിട്ടതും പിന്നെ പാർട്സ് ഉണ്ടായിരുന്നു, അതും കുക്കുംബർ കട്ട് ചെയ്ത് വെച്ചെടുത്തു. പിന്നെ കുറച്ച് ചമ്മന്തി. മോള് കുക്കുംബർ കട്ട് ചെയ്ത് സുർക്ക ഉപ്പിട്ടിട്ട് അതാണ് കൊണ്ടുപോയത്. അവൾക്ക് സോയാബീനും എടുത്തു. അത് കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി അടുക്കള ക്ലീൻ ചെയ്ത്, പിന്നെ കുറച്ച് പഴയ പാത്രങ്ങളുണ്ടായിരുന്നു, അതൊന്ന് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ മുറ്റടിച്ചു വാരി, വീടിൻ്റെ ഉള്ളൊക്കെ ഒന്ന് അടിച്ചു വാരി കഴിഞ്ഞ് അതിന് ശേഷം കുറച്ച് ക്ലയൻസ് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു 5-6 ക്ലയൻസ്. അപ്പോൾ അവരെ കോൾ അറ്റൻഡ് ചെയ്ത് കുറച്ച് നേരം അവിടെ ഇരുന്നു. നെറ്റ് വളരെ സ്ലോ ആണ്. അപ്പോൾ വീഡിയോസൊന്നും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഭാഗത്ത് തീരെ ഒരു റേഞ്ച് കിട്ടുന്നില്ല. പിന്നെ ഇപ്പം ഞാൻ ഇന്ന് ധരിച്ചിരിക്കുന്നത് വെള്ള ചുരിദാറാണ്. അപ്പോൾ ഇങ്ങനെ വെള്ളക്കിളി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വെള്ളക്കിളിയൊന്നുമല്ല, ഞാൻ വെള്ളപ്രാവാണ്. അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ വെള്ളക്കൊക്കാണ്. അപ്പം ഇന്ന് വൈറ്റ് ചുരിദാറാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ അയൺ ബോക്സ് 20 വർഷം പഴക്കമുള്ള അയൺ ബോക്സാണിത്. കണ്ടോ, ഇതിൻ്റെ പല ഭാഗങ്ങളും ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നാണ് ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത്, പറ്റപിടുത്തം വിട്ടു. അപ്പോൾ ഇന്നലെ അവരിത് അയച്ച് ഒന്ന് ശരിയാക്കാൻ പറ്റുമെന്ന് നോക്കി, പക്ഷെ അതിനൊന്നും പറ്റിയില്ല. അതിൻ്റെ എല്ലാ ഇതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്നിനും പറ്റില്ല, ഇതിനെ ഒഴിവാക്കാം. അപ്പം ഞാനിതിനെക്കുറിച്ചൊന്ന് പറയാമെന്ന് കരുതിയിട്ടാണ് ഇതിവിടെ കൊണ്ടുവന്ന് വെച്ചത്. ഈ ഒരു അയൺ ബോക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിനിപ്പോൾ പഴയ കാലത്തുള്ളവർ ഇസ്തിരിപ്പെട്ടി എന്ന് പറയും, പിന്നെ തേപ്പ് പെട്ടി എന്ന് പറയും. അയൺ ബോക്സ് ഇപ്പോൾ ന്യൂ ജനറേഷനൊക്കെ അയൺ ബോക്സ് എന്നാണ് പറയുക. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ മൂത്തമ്മ സൗദിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഏകദേശം ഒരു 33 വർഷം മുമ്പ് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. കുറേ കാലങ്ങളോളം അത് ഉപയോഗിച്ച്, പിന്നെ ഒരു 10 വർഷം മുമ്പാണ് അത് ഒഴിവാക്കിയത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്നതാണ് ഉപയോഗിക്കാറ്. അപ്പോൾ എൻ്റെ ഉപ്പൻ്റെ വീട്ടിൽ ഉപ്പൻ്റെ അടുത്ത് സ്റ്റീം അയൺ ബോക്സും പിന്നെ ആ ചിരട്ടയുടെ അയൺ ബോക്സ് ഉണ്ടായിരുന്നു. അത് പിന്നെ ഞങ്ങളാരും ഉപയോഗിച്ചിട്ടില്ല, അത് പഴയ കാലത്തുള്ളതായിരുന്നു. സ്റ്റീം അയൺ ബോക്സ് എൻ്റെ ഉപ്പ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനിങ്ങനെ ഫ്രണ്ടിൽ ഒരു റെഡ് കളറിലും ബ്ലൂ കളറിലും ഒരു ബട്ടൺ ഉണ്ടാവും, വാട്ടർ ഒഴിച്ചിട്ട് ഉപയോഗിക്കുന്ന. ഇപ്പോൾ ഈ ഡ്രസ്സിലെ റിങ്കിൾസൊക്കെ നീങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഈ ഒരു അയൺ ബോക്സ്. ഏറ്റവും നല്ല അയൺ ബോക്സ് ഏതാണെന്ന് വെച്ചാൽ സ്റ്റീം അയൺ ബോക്സാണ്. ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിച്ചിട്ട് അയൺ ചെയ്തെടുക്കുന്ന ഒരു അയൺ ബോക്സ് ഏറ്റവും നല്ലത് അതാണ്. ഇതിൽ തന്നെ ഇപ്പോൾ 4 തരം അയൺ ബോക്സ് വരുന്നുണ്ട്. ഡ്രൈ അയൺ ബോക്സ്,
ഇതാണ് ഡ്രൈ അയൺ ബോക്സ്. പിന്നെ സ്റ്റീം അയൺ ബോക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിച്ചിട്ട് തേക്കുന്ന ഉപകരണം. പിന്നെ വരുന്നത് കോഡ്ലെസ് ആണ്. കോഡ്ലെസ് എന്ന് പറയുമ്പോൾ അത് ചാർജ് ചെയ്തിട്ട് അതിൻ്റെ വയറ് ഊരി വെക്കും. വയറില്ലാതെ ഉപയോഗിക്കുന്ന അയൺ ബോക്സ്. പിന്നെ വരുന്നത് ട്രാവലാണ്. ട്രാവൽ അയൺ ബോക്സ്. ട്രാവൽ അയൺ ബോക്സ് ചെറുതായിരിക്കും. അത് യാത്രയ്ക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നത്. അയൺ ബോക്സ് ഏതൊക്കെ കമ്പനിയിലാണ് വരുന്നതെന്ന് വെച്ചാൽ ഫിലിപ്സിൻ്റെ വരുന്നുണ്ട്, ബജാജിൻ്റെ വരുന്നുണ്ട്, മോർഫി റിച്ചാർഡ്സിൻ്റെ വരുന്നുണ്ട്, ഹാവൽസിൻ്റെത്, പാനസോണിക്, ഉഷ, ഇതൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇത് ജപ്പാൻ്റെതാണ് കേട്ടോ. ഈ ഒരു അയൺ ബോക്സ് ജപ്പാൻ്റെതാണ്. പിന്നെ ഇതിൻ്റെ ഒരു പിന്നെ ഓരോരോ പാർട്സ്, ഇതിൻ്റെ പവർ കോഡ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ്. ഈ വയറില്ലേ, ഇതാണ് ഇതിൻ്റെ പവർ കോഡ്. പിന്നെ ഇത് ഹാൻഡിൽ, ഈ ഒരു ഭാഗം കണ്ടോ, ഇതിൻ്റെ തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്ന ഭാഗമാണ് ഇത്. ഇതിൽ ഓരോ താപനില നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സോൾ പ്ലേറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ അടിഭാഗം കണ്ടോ, അതിൻ്റെ സോൾ പ്ലേറ്റ്. പിന്നെ ഇതിൻ്റെ ഹീറ്റിംഗ് എലമെൻറ്റ് ഇതിനുള്ളിലാണുള്ളത്. അപ്പോൾ അയൺ ബോക്സിനെ കുറിച്ച് എനിക്ക് ഇത്രയൊക്കെ അറിയുള്ളൂ. പിന്നെ അയൺ ബോക്സ് ഞാൻ എപ്പോഴൊന്നും ഉപയോഗിക്കാറില്ല. ഞാൻ പുറത്ത് പോകുമ്പോൾ ഡ്രസ്സ് ചുളിവ് മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉപയോഗിക്കും. ഇവിടെ എന്നും ഇക്കക്ക് അയൺ ബോക്സ് ഉപയോഗിക്കേണ്ടി വരും. ഷർട്ട്, പാൻറ്റ്, അതുപോലെ മോളെ യൂണിഫോമൊക്കെ തേക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇക്കൻ്റെ ഷർട്ടും പാൻറ്റും മോളെ യൂണിഫോമും ഒക്കെ ഇക്ക തന്നെയാണ് അയൺ ചെയ്തെടുക്കുക. ബാങ്ക് വിളിക്കുന്നുണ്ട്. പള്ളിയിൽ നിന്ന് ബാങ്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 4-5 പള്ളി ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്നൊക്കെ ബാങ്ക് വിളി കേൾക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു ബാങ്ക് ഞാൻ അറ്റൻഡ് ചെയ്യും. അപ്പോൾ അയൺ ബോക്സിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് വായിച്ച് നോക്കുക. സാധാരണ അയൺ ബോക്സിനെ കുറിച്ച് ആരൊന്നും പഠിക്കൂല. സമയം വരുമ്പോൾ ഡ്രസ്സ് അയൺ ചെയ്യും, പിന്നെ അത് എടുത്ത് വെക്കും. പിന്നെ നമ്മൾ അയൺ ബോക്സ് ഉപയോഗം കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പ്ലഗ് ഊരിയിടണം. അതുപോലെ ചൂടുള്ള ഭാഗം പൊന്തിച്ച് വെക്കണം. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളുടെ മേൽ തട്ടാതെ സൂക്ഷിക്കണം. അത്രയും കാര്യങ്ങളാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. പിന്നെ പുറത്ത് കാണുന്ന ചുരിദാർ പിന്നെ ഒരു 1.5 വർഷം മുമ്പ് ദർശനയിൽ നിന്ന് മേടിച്ചതാണ്. ഞാൻ മേടിച്ചത് തന്നെയാണ്. അപ്പോൾ അത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 3 മാസമായി. പുതിയതാണ്. 3 മാസമായി ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സാണ്, കാഷ്വൽ ഡ്രസ്സാണ്. പിന്നെ ടോപ്പ്. പിന്നിപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്താ പറയാനുള്ളത്? ഇന്നിപ്പോൾ വീടെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി. പിന്നെ ബെഡ്റൂം സ്പെഷ്യലായിട്ടൊന്ന് മാറാലൊക്കെ തട്ടി അവിടെ ഇവിടെയൊക്കെ പൊടിയൊക്കെ തട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഫാന് ഇക്ക ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഭാഗം ക്ലീൻ ചെയ്യാനുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കട്ടിൽ, അലമാര, കമ്പ്യൂട്ടർ സ്റ്റാൻഡ്, കമ്പ്യൂട്ടർ ടേബിള്, ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കാനുണ്ട്. അപ്പോൾ ആ പണി നാളെ ചെയ്യാവുന്നതിന്. പിന്നെ ബാത്റൂം ക്ലീനാക്കാനുണ്ട്. അപ്പോൾ അടുത്ത പണി അതാണ്. പിന്നെ വേറെ കൂടുതലൊന്നും ഇന്നത്തെ വീഡിയോയിൽ പറയാനില്ല. ഓക്കെ, അപ്പോൾ നാളെ കാണാം. ബൈ.